ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു ലെമൺ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ലെമൺ ജ്യൂസാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസാണ് ഇത്. പഞ്ചസാര ഒന്നും ചേർക്കാണ്ടാണ് ഇത് തയ്യാറാക്കിയിട്ടെടുക്കുക. അപ്പോൾ ഈ ഒരു ലെമൺ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ലെമൺ ജ്യൂസ് തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടെ നല്ലോണം പഴുത്തിട്ടുള്ള ഒരു ലെമൺ എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ നല്ല മഞ്ഞ നിറത്തിലുള്ള ലെമൺ വേണ്ടിട്ട് എടുക്കാനായിട്ട്. പച്ച നിറക്കുള്ള തൊലിയൊക്കെ ഉണ്ടാവില്ല, അധികം പഴുക്കാത്തത്, അങ്ങനത്തത് എടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ജ്യൂസിന് ഒരു കയ്പ്പ് രസം വരും കേട്ടോ. അപ്പോൾ ഞാനിത് ലെമണൊന്ന് നാലാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നാരങ്ങ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനത് രണ്ടാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് മാത്രം മതി ഇഞ്ചിയൊക്കെ. പിന്നെ ഈ ഒരു ജ്യൂസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പുതിനയിലയാണ് കേട്ടോ. പുതിനയിലൊക്കെ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കാനൊക്കെ ആയിട്ട് നോക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 4-5 ഇല മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് മധുരമൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിലൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ്സിനുള്ള ജ്യൂസാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതൊന്ന് ഇങ്ങനെ കറക്കിയെടുക്കുക കേട്ടോ. ഒന്ന് പൾസ് ചെയ്തിട്ട് എടുക്കുക. ഒരുപാട് ഇങ്ങനെ അരച്ചെടുക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ലെമണൊക്കെ നന്നായിട്ട് അരഞ്ഞു പോകും. അപ്പോൾ ഇതൊന്ന് പൾസ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു നാരങ്ങ ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ട് മാത്രമേ ഉള്ളൂ. ഒത്തിരി ഇങ്ങനെ അരഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ മധുരം നോക്കുന്ന സമയത്ത് മധുരം കുറവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ രണ്ടാമതും മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഒത്തിരി ഇങ്ങനെ ഫൈനായിട്ട് അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് അരിച്ചു കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു നാരങ്ങ കഷ്ണങ്ങളൊക്കെ കണ്ടില്ലേ, അങ്ങനെ തന്നെ അരയാണ്ടൊക്കെ അങ്ങനെ കിടക്കണം കേട്ടോ. ഇതൊന്ന് എടുത്തു മാറ്റിന് ശേഷം പിന്നെ നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ അതിലേക്ക് നമ്മൾ ജ്യൂസൊക്കെ ഒഴിച്ച് കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ലേ, ആ ഒരു വെള്ളം നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുത്താലും മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണ് കേട്ടോ. ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോഴത്തെ ഒരു ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്